മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കല്യാണി എല്ലാവർക്കും അറിയുന്ന 1 മില്യൺ അടുപ്പിച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്കെതിരെ ഒരു ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന കുറേയധികം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. കാരണം ഇവർക്ക് അതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയാതെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇവരൊരു ഫാമിലി വ്ളോഗ് പോലെയാണ് തുടങ്ങിയത്. ഇപ്പം ബ്യൂട്ടി വ്ളോഗ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചാനൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ബ്യൂട്ടി പ്രോഡക്റ്റ് തന്നെയാണ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഇവർക്ക് വലുതായിട്ട് ധാരണയില്ലെന്നാണ് കുറേയധികം പേര് കമൻസിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പൈസ കൊടുക്കുന്നു, അതുകൊണ്ട് ഇവർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ 10 ദിവസമാണെങ്കിൽ 10 പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതും ഒരേ പ്രോഡക്റ്റ്, ചിലപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിൽ സൺസ്ക്രീനിൻ്റെ 10 ടൈപ്പായിരിക്കും, 10 കമ്പനി ആയിരിക്കും 10 ദിവസം പ്രോഡക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇതേ കണക്ക് ചെയ്യുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കുറേയധികം രീതിയിൽ ഇവർ സമ്പാദിക്കുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇതേ കണക്കുള്ള പ്രോഡക്റ്റും കാര്യങ്ങളും ഇവർക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് ഈ ഒരു വീഡിയോ തന്നെയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ കാര്യങ്ങൾ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ മൊത്തം ഇത് മാത്രമേ ഇടുന്നുള്ളൂ എന്നുള്ള ചോദ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രം പ്രൊമോട്ട് ചെയ്യുക. ഇത് കാരണം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് തന്നെയാണ് ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്കും പേഴ്സണലി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. കുറേയധികം പേരുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ട്, എന്തെങ്കിലും പൈസ കിട്ടിയ ഉടനെ തന്നെ ഒന്നും അന്വേഷിക്കാതെ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. ബെറ്റിംഗ് ആപ്സ് പോലെയൊക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. അവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ പോയിട്ടുള്ളവരും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കാരണം കുറേയധികം മുഖത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി തന്നെ പ്രശ്നത്തിലാവാം. നിങ്ങൾക്കെതിരെ കേസ് വരെ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നോക്കിയും കണ്ട് ചെയ്യുക. ചുമ്മാ ആരെങ്കിലും പൈസ തരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷം സ്കിൻ ടൈപ്പ് വേറെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് പ്രശ്നം വരാം. പ്രശ്നം വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ ഇതേണൊക്കെ ആശുപത്രി പോയി കാണിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ ആരാണ് ഇത് പ്രൊമോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവരെ പേരൊക്കെ പറയത്തുള്ളൂ. പക്ഷെ ഇവർക്ക് ഇവർ ക്യാഷ് കിട്ടുന്നു, അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്തതെന്ന് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും പേര് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട്. അവരെ ചുമ്മാ ഇങ്ങനെ പറ്റിക്കാതിരിക്കുക. കറക്റ്റായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷമൊക്കെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ക്യാഷ് നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, അതിന് നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ചെയ്ത് പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതാരും സപ്പോർട്ടും ചെയ്യത്തില്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങൾക്ക് ഹേറ്റായിട്ട് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ചുമ്മാ ക്യാഷ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക.